Hi friends, welcome to Crisil. കേരളം വീണ്ടും രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വലിയ അച്ചീവ്മെന്റ്സുകൾ ഒന്നും തന്നെ അവകാശപ്പെടാനില്ലാത്ത ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു അൾട്ടിമേറ്റ് ലെവലിലാണ്. 2018-19 സീസണിൽ കേരളം രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനലിലേക്ക് ഇതിനു മുമ്പ് യോഗ്യത നേടിയിരുന്നു. പക്ഷേ അന്ന് വയനാട്ടിലെ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ വിദർഭ കേരളത്തിനെ തോൽപ്പിക്കുകയും ഫൈനലിലേക്ക് യോഗ്യത നേടുകയും ഫൈനലിൽ സൗരാഷ്ട്രയെ തോൽപ്പിച്ച് അവർ അന്ന് ചാമ്പ്യന്മാരാവുകയും ചെയ്തിരുന്നു. ഉമേഷ് യാദവ് എന്ന് പറയുന്ന ഇന്ത്യൻ പേസറുടെ മുന്നിലാണ് അന്ന് കേരളം തകർന്നിടിഞ്ഞത്. ഏതായാലും ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേരളത്തിൻ്റെ സെമി ഫൈനൽ പ്രവേശനം എന്നുള്ളത്. ഏതായാലും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് കേരള ക്രിക്കറ്റ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു മത്സരം, അതായത് ക്വാർട്ടർ ഫൈനൽ മത്സരം, ഏറ്റവും ഉദ്യോഗജനകമായ ഒരു മത്സരമായിരുന്നു അത്. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. ഈ ഒരു സീസൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ടോട്ടലി ഒരു നല്ല പ്രകടനമായിരുന്നു കേരള താരങ്ങളുടേത് എന്ന് കാണാനായിട്ട് സാധിക്കും. എല്ലാവരും തന്നെ മികച്ച പ്രകടനങ്ങളിലൂടെ നല്ല ഒരു പെർഫോമൻസിലൂടെയാണ് കേരളം ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. അതുപോലെ തന്നെ ക്വാർട്ടർ ഫൈനലിലെ കേരളത്തിൻ്റെ എതിരാളികളായിട്ട് വന്ന ജമ്മു കാശ്മീരിൻ്റെ പ്രകടനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ രണ്ട് അറ്റത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളാണ്. ജമ്മു കാശ്മീരിനും ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ അവകാശവാദങ്ങളൊന്നും പറയാനായിട്ടില്ല. പക്ഷേ ഈ വർഷത്തെ അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അവർ മുംബൈയെ പരാജയപ്പെടുത്തുന്ന ഒരു കാഴ്ച, ആ ഒരു മത്സരത്തിന് വലിയ ഒരു വാർത്താ പ്രാധാന്യമാണ് ഇന്ത്യയിൽ ലഭിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് BCCI എല്ലാ ഇന്ത്യൻ താരങ്ങളും നിർബന്ധമായിട്ടും രഞ്ജി ട്രോഫി മത്സരങ്ങൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാളും അജിങ്ക്യ രഹാനെയും അടങ്ങുന്ന ഒരു സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള മുംബൈയാണ് ജമ്മു കാശ്മീർ മുംബൈയിൽ വെച്ച് പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിനെ നമുക്ക് ഒരിക്കലും കുറച്ച് കാണാനായിട്ട് സാധിക്കില്ല. നല്ല ഒരു ടീമുമായിട്ടാണ് അവർ വന്നത്. അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള പരസ് ദോഗ്രയുടെ, അദ്ദേഹം ഏകദേശം 40 വയസ്സോളമായി, പക്ഷേ 30ഓളം സെഞ്ചുറികൾ രഞ്ജി ട്രോഫിയിൽ നേടിയിട്ടുള്ള ഒരു താരമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ എസ്പെഷ്യലി ഈ ആഭ്യന്തര ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് പരസ് ദോഗ്രെ എന്നുള്ളതാണ്. ഈ മത്സരത്തിന്റെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത ജമ്മു കാശ്മീർ നല്ല ഒരു ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. പൂനെയിലായിരുന്നു മത്സരം നടന്നത്. ആ മത്സരത്തിൽ നല്ല പുല്ലുള്ള ഒരു വിക്കറ്റിലാണ് മത്സരം, നല്ലോണം ഗ്രാസ് വിട്ടിരുന്നു ആ മത്സരത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ രഞ്ജി ട്രോഫി മത്സരങ്ങൾ 5 ദിവസത്തിലാണ് കളിക്കുന്നത്. നോർമലി രഞ്ജി ട്രോഫി മത്സരങ്ങൾ എന്ന് പറയുന്നത് 4 ദിവസമാണെങ്കിൽ ഈ ഒരു നോക്കൌട്ട് സ്റ്റേജിലേക്ക് വരുമ്പോൾ അത് 5 ദിവസമായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യ ഇന്നിങ്സിൽ ബാറ്റ് ചെയ്ത ജമ്മു കാശ്മീരിന് വലിയ ഒരു സ്കോർ പടുത്തുയർത്താനായിട്ട് സാധിച്ചില്ല. 280 റൺസ് നേടുമ്പോഴേക്കും അവരെല്ലാവരും തന്നെ പുറത്തായിരുന്നു. ആർക്കും തന്നെ അർദ്ധശതകങ്ങൾ തികയ്ക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം അത്രയും ഒരു കുറ്റമറ്റ ബൗളിംഗ് ആയിരുന്നു കേരളത്തിന്റെ ബൗളർമാരുടെ ഭാഗത്ത് നിന്ന് വന്ന്, എസ്പെഷ്യലി കേരളത്തിന്റെ പേസറായിട്ടുള്ള നിതീഷിന്റെ ഭാഗത്ത് നിന്ന്. നിതീഷ് ആ മത്സരത്തിൽ അല്ലെങ്കിൽ ആ ഇന്നിങ്സിൽ 6 വിക്കറ്റുകളാണ് നേടിയത്. തിരിച്ച് ബാറ്റിങ്ങിനെത്തിയ കേരളത്തിനും ഈ പുല്ലിന്റെ ഇത്രത്തോളം ഒരു പുല്ലുള്ള പിച്ചിലായതുകൊണ്ട് തന്നെ ഒരു മികച്ച തുടക്കം നേടാനായിട്ട് കേരളത്തിന് സാധിച്ചില്ല. 11 റൺസ് എടുക്കുമ്പോഴേക്കും കേരളത്തിന്റെ 3 ബാറ്റർമാർ പുറത്തായിരുന്നു. അവിടെ നിന്ന് ജലജ് സക്സേനയുടെ ഒരു നല്ല ബാറ്റിംഗ് പ്രകടനം, ജലജ് സക്സേനയും അതുപോലെ തന്നെ സൽമാൻ നിസാറും ചേർന്നുള്ള ഒരു കൂട്ടുകെട്ട് കേരളത്തിനെ 137 റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തിച്ചു. 137 റൺസ് നേടുമ്പോഴേക്കും കേരളത്തിന്റെ 7 വിക്കറ്റുകൾ ആ സമയത്ത് നഷ്ടപ്പെട്ടിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ജമ്മു കാശ്മീർ നേടിയിട്ടുള്ളത് 280 റൺസ് ആണെന്ന് ഓർക്കണം. അതിനുശേഷം പിന്നീട് സൽമാൻ നിസാറും നിതീഷും തമ്മിലുള്ള ഒരു ചെറിയ പാർട്ണർഷിപ്പ്, ആ ഒരു പാർട്ണർഷിപ്പിൽ കേരളം 200 റൺസ് എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്തി. 200 റൺസ് എത്തുമ്പോഴേക്കും കേരളത്തിന് 9 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു. വീണ്ടും 81 റൺസ് നേടിയാൽ മാത്രമേ ഫസ്റ്റ് ഇന്നിംഗ്സ് ലീഡെങ്കിലും കരസ്ഥമാക്കാനായിട്ട് കേരളത്തിന് സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ അവിടെ നിന്ന് സൽമാൻ നിസാറിന്റെ ഒരു എക്സലന്റ് ആയിട്ടുള്ളൊരു ബാറ്റിംഗ് പെർഫോമൻസ് ആണ് കേരളം കണ്ടത്. അദ്ദേഹം 112 റൺസ് നേടി പുറത്താവുന്നു. ഒപ്പം തന്നെ ആ ലാസ്റ്റ് വിക്കറ്റ് പാർട്ണർഷിപ്പിൽ ബേസിൽ തമ്പി, അദ്ദേഹം IPL താരമാണ്, അദ്ദേഹവുമായുള്ള ഒരു കൂട്ടുകെട്ട്, എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം. 15 റൺസാണ് ബേസിൽ തമ്പി നേടിയതെങ്കിലും 81 റൺസ് നേടാനായിട്ട് ആ കൂട്ടുകെട്ടിന് സാധിച്ചു. അതായത് 1 റൺസിന്റെ ലീഡാണ് കേരളത്തിന് ലഭിച്ചത് എന്നുള്ളതാണ്. ഈ 1 റൺസിന്റെ ലീഡ് എന്ന് പറയുന്ന ഒരു വലിയ ലീഡൊന്നും അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ദിവസത്തെ മത്സരമാണ്. അതുകൊണ്ട് തന്നെ മത്സരത്തിന് റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഫസ്റ്റ് ഇന്നിംഗ്സ് ലീഡിന് ആരും തന്നെ വലിയ പ്രാധാന്യമൊന്നും ആ ഒരു സമയത്ത് കൽപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത് ബാറ്റിംഗ് ആരംഭിച്ച ജമ്മു കാശ്മീർ ആവട്ടെ വളരെ മികച്ച രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പറഞ്ഞു, വളരെ സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട്, കാരണം സമയം ഇഷ്ടം പോലെയുണ്ട്, 5 ദിവസമാണല്ലോ, അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് സെഡേറ്റ് ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആണ് പരസ് ദോഗ്രയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അദ്ദേഹം 130 റൺസ് നേടുകയും ചെയ്തു. രണ്ടാമത്തെ ഇന്നിംഗ്സിൽ കേരളത്തിന് വേണ്ടിയിട്ട് ഒരു മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് വീണ്ടും MD
നിതീഷിന് സാധിച്ചിരിക്കുകയാണ്. അദ്ദേഹം 4 വിക്കറ്റുകൾ നേടി. ഒപ്പം തന്നെ ബേസിൽ NP 2 വിക്കറ്റുകളും സർവാത്തെ 2 വിക്കറ്റുകളും നേടുകയും ചെയ്തു. അവരൊരു നല്ല സ്കോറിലേക്ക് 399 റൺസിന് 9 വിക്കറ്റ് എന്ന നിലയിലാണ് അവർ ഡിക്ലെയർ ചെയ്തത്. അതായത് കേരളത്തിന് ജയിക്കണമെങ്കിൽ 399 റൺസ് നേടണം. കേരളത്തിനെ ഓൾ ഔട്ട് ആക്കാനായിട്ട് സാധിച്ചാൽ ജമ്മു കാശ്മീരിന് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാനായിട്ട് സാധിക്കും. കേരളം ഒന്നുകിൽ 399 റൺസ് നേടണം, അല്ലെങ്കിൽ 5 ദിവസത്തെ മത്സരം ബാറ്റ് ചെയ്ത് അവസാനിപ്പിക്കണം. അങ്ങനെ സമനിലയിലായാൽ ഫസ്റ്റ് ഇന്നിംഗ്സ് ലീഡിന്റെ ബലത്തിൽ കേരളത്തിന് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ രഞ്ജി ട്രോഫിയിലെ നിയമം പറയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത് ബാറ്റ് ചെയ്ത കേരളം വളരെ സ്ലോ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടായിരുന്നു. ആദ്യത്തെ കുറച്ച് നേരം നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ കേരളത്തിന് സാധിച്ചെങ്കിലും ആ ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ 100 റൺസിനടുത്ത് കേരളം എത്തിയിരുന്നു. 2 വിക്കറ്റ് കേരളത്തിന് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീടുള്ള ആ ഒരു ലാസ്റ്റ് ഡേയിൽ 5ാമത്തെ ദിവസത്തെ ആദ്യ സെഷനിൽ മനോഹരമായ ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അക്ഷയ് ചന്ദ്രന്റെയും ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെയും ഭാഗത്ത് നിന്ന് വന്നത്. 180 റൺസ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചു. പക്ഷേ 180 റൺസ് നേടുമ്പോഴേക്കും കേരളത്തിന്റെ 6 വിക്കറ്റുകൾ നിലം പതിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ 6 വിക്കറ്റുകൾ നിലം പതിക്കുമ്പോൾ കേരളത്തിന് പിന്നീട് ആ ദിവസം 5ാമത്തെ ദിവസം കളിച്ചു തീർക്കാനുണ്ടായിരുന്നത് 50-ൽ കൂടുതൽ ഓവറുകളാണ്. ആ സമയത്താണ് ഫസ്റ്റ് ഇന്നിംഗ്സിലെ ഹീറോ ആയിട്ടുള്ള സൽമാൻ നിസാറും ഒപ്പം തന്നെ കേരളത്തിന്റെ വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള അസറുദ്ദീനും ഒപ്പം ചേരുന്നത്. രണ്ടുപേരും തമ്മിൽ അവിടെ നിന്ന് ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു. ആ സമയത്തൊന്നും കേരളം ജയിക്കാനായിട്ട് ശ്രമിച്ചിരുന്നേ ഇല്ല എന്നുള്ളതാണ്. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ സമനില നേടുകയാണെങ്കിൽ, ആ ദിവസം 50-ൽ കൂടുതൽ ഓവറുകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു, ആ ഒരു ഓവറുകൾ കളിച്ചു തീർക്കുകയാണെങ്കിൽ ആദ്യ ഇന്നിംഗ്സിൽ നേടിയ 1 റൺസിന്റെ ലീഡിൽ കേരളത്തിന് സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് കളിച്ചു തീർക്കാനാണ് അവർ ശ്രമിച്ചത്. അസറുദ്ദീന്റെ ഭാഗത്ത് നിന്ന് ഒരു ടോപ്പ് ക്ലാസ് പ്രകടനമായിരുന്നു. അദ്ദേഹം 67 റൺസ് നേടി പുറത്താവാതെ നിന്നു. അതുപോലെ തന്നെ ആദ്യ ഇന്നിംഗ്സിലെ ഹീറോ ആയിട്ടുണ്ടായിരുന്ന സൽമാൻ നിസാർ, അദ്ദേഹം 44 റൺസ് നേടി പുറത്താവാതെ നിന്നു. പക്ഷേ 44 റൺസ് നേടാനായിട്ട് അദ്ദേഹം കളിച്ച ബോളുകളുടെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. 162 ബോളുകളോളം അദ്ദേഹം കളിച്ചു തീർക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് കേരളത്തിന് സമനില നേടാനായിട്ട് സാധിച്ചത്. ഏതായാലും കേരളം സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. സെമി ഫൈനലിൽ കേരളത്തിന്റെ എതിരാളികൾ എന്ന് പറയുന്നത് ഗുജറാത്താണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ച് ഈ മാസം 17-ാം തീയതിയാണ് കേരളത്തിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുന്നത്. കേരളം സെമി ഫൈനൽ മത്സരങ്ങളിലും ഇതുപോലെ തന്നെ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ അത് കേരള ക്രിക്കറ്റിന്റെ ഒരു ചരിത്രം കുറിക്കുന്ന നിമിഷമായി മാറും എന്നുള്ളതാണ്. കാരണം കേരളം ഇതുവരെ രഞ്ജി ട്രോഫിയുടെ ഫൈനൽ കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു സെമി ഫൈനലിൽ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ മുംബൈയും വിദർഭയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. അതിൽ ജയിക്കുന്ന ടീം ഏതാണോ ആ ടീം ഫൈനലിലേക്ക് യോഗ്യത നേടുമെന്നാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് DRS, ഡെയിലി റിവ്യൂ സിസ്റ്റം എന്നുള്ള രീതിയിൽ നമ്മളൊരു ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു ബാറ്റർ അടിക്കുന്നു, ആ ബോൾ നിലത്ത് ടച്ച് ചെയ്യാതെ നേരെ ബൗളറുടെ കയ്യിൽ കൊള്ളുന്നു, ബൗളറുടെ കയ്യിൽ കൊണ്ട് അത് സ്റ്റമ്പിൽ കൊള്ളുന്നു, നോൺ സ്ട്രൈക്കർ എൻഡിൽ. ആ കൊള്ളുന്ന സമയത്ത് നോൺ സ്ട്രൈക്കർ ക്രീസിന് പുറത്താണ്. അങ്ങനെ ആണെങ്കിൽ, ആ സമയത്ത് നോൺ സ്ട്രൈക്കർ ക്രീസിന് പുറത്താണെങ്കിൽ അത് റൺ ഔട്ട് ആണ് എന്ന് നമുക്കറിയാം. പക്ഷേ അവിടെ മറ്റൊരു സംഭവം കൂടെ സംഭവിക്കുന്നു. ആ ബോൾ സ്റ്റമ്പിൽ കൊണ്ടിട്ട് വീണ്ടും നിലത്ത് കൊള്ളാതെ ഉടനെ തന്നെ ഈ ബൗളർ ക്യാച്ച് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ട്രൈക്കർ ആണോ നോൺ സ്ട്രൈക്കർ ആണോ ഔട്ട്? അതായത് അതൊരു ക്യാച്ച് ആയിട്ടാണോ കണക്കാക്കുക, അതൊരു റൺ ഔട്ട് ആയിട്ടാണോ കണക്കാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അതിന് താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു. കൂടുതൽ കമൻറ്റുകളും വന്നത് അതൊരു റൺ ഔട്ട് ആണ് എന്നുള്ള രീതിയിലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് റൺ ഔട്ട് ആണ് എന്നുള്ളതാണ്. കാരണം ബോൾ അടിക്കുന്നു, നേരെ എയറിൽ സഞ്ചരിക്കുന്നു, അത് ബൗളറുടെ കയ്യിൽ കൊള്ളുന്നു, നോൺ സ്ട്രൈക്കർ എൻഡിൽ വിക്കറ്റിൽ കൊള്ളുന്നു. ആ സമയത്ത് ബാറ്റർ ക്രീസിൽ നിന്ന് പുറത്തായതുകൊണ്ട് തന്നെ റൺ ഔട്ട് ആണ് എന്നുള്ള രീതിയിലായിരുന്നു കൂടുതൽ ആൻസറുകളും നമ്മുടെ ഈ വീഡിയോയുടെ താഴെ വന്നത്. പക്ഷേ അതൊരു തെറ്റായ ആൻസറാണ്. ഔട്ട് എന്ന് പറയുന്നത് അത് ക്യാച്ച് ആയിട്ട് കണക്കാക്കുമെന്നുള്ളതാണ്. അതായത് ഔട്ട് ആവുന്നത് സ്ട്രൈക്കർ ആയിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, എപ്പോഴും ഒരു ബോളിൽ ഇതുപോലെയുള്ള 2 സംഭവങ്ങൾ നടക്കുകയാണെങ്കിൽ അതിൽ മുൻഗണന കൊടുക്കുന്നത് ക്യാച്ചിനായിരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാച്ചും റൺ ഔട്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒരു ബോളിൽ ഒരേ ആക്ഷനിൽ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ ബോളിൽ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും റൺ ഔട്ടിനേക്കാൾ മുൻഗണന ക്യാച്ചിന് കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ് അത് ക്യാച്ചായിട്ട് പ്രഖ്യാപിക്കുന്നതും ഒപ്പം തന്നെ സ്ട്രൈക്കർ ഔട്ടായിട്ട് മാറുന്നതും എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ DRSന്റെ ആൻസർ എന്ന് പറയുന്നത്. ഏതായാലും അടുത്ത മത്സരത്തിൽ ഫെബ്രുവരി 17-ാം തീയതി ഗുജറാത്തുമായിട്ട് ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാനായിട്ട് കേരള താരങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.